നമ്മള് ജബലുർ റഹ്മയുടെ അടുത്താണ് എത്തിയിട്ടുള്ളത്. ഇതാണ് ജബലുർ റഹ്മ എന്ന് പറയുന്നത്. ഇവിടെയാണ് അറഫയിൽ നിൽക്കുന്ന ആളുകളൊക്കെ സംഗമിക്കാറുള്ളത്. ഇവിടെ ആ പാറകളൊക്കെ ഉണ്ടല്ലോ, ആ പാറകളൊക്കെ ഇരുന്നിട്ടാണ് അന്നത്തെ ദിവസം പ്രാർത്ഥിക്കുക. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ ഏറ്റവും കൂടുതൽ അള്ളാഹു മഗ്ഫിറത്ത് നൽകുന്ന ദിവസമാണ് ഈ അറഫ ദിവസം. അതായത് ദുൽഹിജ്ജ 9. നമ്മുടെ നാട്ടിലൊക്കെ അന്ന് നോമ്പനുഷ്ഠിക്കുകയാണ് ചെയ്യുക. ഇവിടെയുള്ള ആളുകൾക്ക് അന്ന് നല്ല അധ്വാനാണ് ശരിക്കും. ജബലുർ റഹ്മ എന്നുള്ളത് ഈ മലക്ക് വരാനുള്ള കാരണം അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഹവ്വാ ഉമ്മ, അതുപോലെ തന്നെ നമ്മുടെ ആദം അലൈഹിസ്സലാം എന്നിവർക്ക് അള്ളാഹുവിന്റെ മാപ്പ് കിട്ടിയത്. അവർ രണ്ടുപേരും ഇവിടെയാണ് സംഗമിച്ചത്. കാരുണ്യത്തിന്റെ മല എന്നതിന് പേര് വന്നത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗം നടത്തിയ സ്ഥലമാണ് ഇവിടെ. 1,00,000-ലധികം സഹാബത്ത് ഇവിടെ സംഗമിച്ചിരുന്നു എന്നാണ് റസൂലിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മള് ഹറമിന്റെ അവിടുന്ന് നമ്മൾ ഓരോ വക്ത് നിസ്കാരത്തിലും അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ, ഇമാമ് പറയുമ്പോ വേറൊരാളത് ഏറ്റു പറയില്ലേ, അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രസംഗം പ്രസംഗിക്കുമ്പോ അത് ഏറ്റു പറയാൻ വേറൊരാള് കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് വേറൊരാള് റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ആളുകൾക്കൊക്കെ ആ സന്ദേശം എത്തിച്ചിരുന്നു. എന്നിട്ട് കുറെ കാലം കഴിഞ്ഞ് ഈ ആളുകളെയൊക്കെ ഈ 1,00,000-ലധികം ആളുകൾ ഇവിടെ റസൂലിന്റെ പ്രസംഗം കേട്ടെങ്കിലും, ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗം കേട്ടെങ്കിലും വെറും 10,000-കണക്കിന് ആളുകളുടെ മാത്രം ഖബറുകളെ ഇതിന്റെ ചുറ്റുഭാഗത്തും കാണാനുള്ളൂ. അതിന്റെ കാരണം എന്താണ്? അവരൊക്കെ ഈ ഇസ്ലാമിന്റെ സന്ദേശം കൈമാറാൻ വേണ്ടി വിവിധ നാടുകളിലേക്ക് പലായനം ചെയ്തു. നമ്മുടെ നാട്ടിലേക്ക് മാലിക് ബിൻ ദീനാർ വന്നതുപോലെ മറ്റു വിവിധ നാടുകളിലേക്ക് ആര് പലായനം ചെയ്തു? ഇതുപോലെയുള്ള ഇവിടെ റസൂലിന്റെ പ്രസംഗം കേട്ട സഹാബത്ത് പലായനം ചെയ്തു. മാത്രല്ല അവിടെ വെച്ച് അവർ മരണപ്പെടുകയും ചെയ്തു. അവർക്കിടയിൽ ഇസ്ലാമികമായ രീതി അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവരോടൊപ്പം കഴിഞ്ഞ് അവരിൽ ഒരാളായിട്ട് മരണപ്പെടുകയും ചെയ്തു അത്തരം ആളുകൾ. അങ്ങനെ ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് ഈ ആളുകൾ പോയത് ആ ഒരു ബാധ്യത നമുക്കുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ ഈ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രബോധനത്തിന്റെ ഭാഗമാണ്. അപ്പൊ ആ ഭാഗം കൂടി നമ്മള് കണക്കാക്കേണ്ടതുണ്ട്.